ഈ സാല കപ്പ് നമ്മതേ അഗ്ലാ സാല കപ്പ് നമ്മതേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ RCBയെ കളിയാക്കാറുണ്ടെങ്കിലും RCB എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി IPL സംബന്ധിച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രാഞ്ചൈസി തന്നെയാണ്. അത് ഒരു ഫ്രാൻസിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രാൻസിൻ്റെ ലോയൽറ്റിയോ അങ്ങനെ ഒരു ഫാക്ടർ വെച്ചിട്ട് പറയുന്നതല്ല. ഇത്രയും വർഷത്തെ IPL ചരിത്രത്തിൽ RCB 9 പ്ലേ ഓഫ്സ് കളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 3 ഫൈനലും കളിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 വർഷത്തിൽ 4 പ്ലേ ഓഫ് കളിച്ച ടീമാണ് RCB. IPLലെ മറ്റേത് ടീമിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ്സ് തന്നെയാണിത്. പക്ഷേ RCB സംബന്ധിച്ച് എന്നും തലവേദനയായിട്ടുള്ളത് RCBയുടെ ബോളിംഗ് ലൈനപ്പാണ്. RCB സംബന്ധിച്ച് അത് മെഗാ ഓപ്ഷൻ ആണെങ്കിലും മിനി ഓപ്ഷൻ ആണെങ്കിലും ഏത് ഓപ്ഷൻ ആണെങ്കിലും ബോളിങ്ങിൻ്റെ കാര്യത്തിൽ അവർ മെസ്സപ്പ് ചെയ്യും. ബോളിംഗ് സ്ട്രെങ്ത് കൂട്ടുന്ന കാര്യത്തിൽ അവർ മെസ്സപ്പ് ചെയ്യും എന്നുള്ളത് ഫാൻസ് അടക്കമുള്ളവരുടെ സ്ഥിരം പരാതിയാണ്. ഇക്കൊല്ലം എന്തായാലും അവരെ എല്ലാം അഴിച്ചു പണിഞ്ഞ് വിരാട് കോഹ്ലി, രജത് പട്ടീദർ, യശ് ദയാൽ എന്ന് പറഞ്ഞ 3 പ്ലേയേഴ്സിനെ മാത്രമേ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു എമൗണ്ടുമായിട്ടാണ് RCB ഈ വർഷം ഓപ്ഷനിലേക്ക് പോകാൻ പോകുന്നത്. ഈ വർഷം RCBയുടെ ഓപ്ഷൻ ടേബിളിൽ ഇരിക്കാൻ പോകുന്നത് ദിനേശ് കാർത്തിക്, ആൻഡി ഫ്ലവർ എന്നിവരടക്കമുള്ള പഴയ പ്രഗത്ഭരായ കളിക്കാരാണ്. ബിഗ് നെയിംസിൻ്റെ അതായത് ബിഗ് ബ്രാൻഡ് നെയിംസിൻ്റെ പുറകെ പോകാതെ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിൻ്റെ അതായത് ടെമ്പറമെൻ്റ് ഉള്ള പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് പൈസ മുടക്കി അങ്ങനെ ഒരു ബാലൻസ്ഡ് ടീമിനെ RCB ഈ വർഷം വിളിച്ചെടുക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബോളിങ്ങിൻ്റെ ആയാലും ബാറ്റിങ്ങിൻ്റെ ആയാലും ഓൾറൗണ്ടേഴ്സിൻ്റെ ആയാലും ലിസ്റ്റ് എടുക്കാൻ IPLൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റാണ് അതിനകത്തുള്ളത്. അതായത് ഇതൊരു മെഗാ ഓപ്ഷനാണ്. അതുകൊണ്ട് ഒരുപാട് പ്ലേയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം അറൗണ്ട് 400 ഓവർസീസ് പ്ലേയേഴ്സ് തന്നെ ഈ വർഷം IPL ഓപ്ഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോളേഴ്സിൻ്റെ ഒരു പ്രോബബിൾ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് RCBയിലേക്ക് വരണമെന്ന് താല്പര്യമുള്ള വളരെ ചുരുക്കം ചില പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ആയാലും ബാറ്റ്സ്മാൻമാരായാലും എല്ലാവരെയും എനിക്ക് RCBയിലേക്ക് വരണമെന്ന് പേഴ്സണലി ആഗ്രഹമുള്ള ചുരുക്കം ചിലരുടെ പേര് മാത്രം ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. യശ് ദയാൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓവർസീസ് ഫാസ്റ്റ് ബോളർ RCBക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ വർഷത്തെ പോലെ അൽസാരി ജോസഫ്, ഫർഗൂസൺ ഇങ്ങനെയുള്ള പേരുകളുടെ പുറകെ പോകാതെ ക്വാളിറ്റി ഉള്ള ഒരു പേസറിനെ RCB വിളിച്ചെടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഫസ്റ്റ് ബോളേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് RCBയിലേക്ക് വരണമെന്ന് താല്പര്യമുള്ള 3 ബോളേഴ്സിൻ്റെ പേര് ഞാൻ പറയാം. റബാഡ, മാർക്ക് വുഡ്, അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ട്. വേറെ ഒരുപാട് പേരുകൾ ലിസ്റ്റിലുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ 3 പേരിൽ ആരെങ്കിലും RCBയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർ കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡും ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കാശുള്ളതുകൊണ്ടാണ് പറയുന്നത്. മുഹമ്മദ് ഷമിയോ അല്ലെങ്കിൽ ഭുവനേശ്വർ കുമാറോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരാളെ RCBയിലേക്ക് വിളിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ബോളിങ്ങിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് ആക്കാൻ, അതിൽ ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള കുറച്ചും കൂടെ സ്ട്രെങ്ത് ആക്കാനായിട്ട് പറ്റും. ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് തന്നെ യങ്സ്റ്റേഴ്സും അൺക്യാപ്ഡും ആയിട്ട് ഒരുപാട് ഓപ്ഷൻസാണ് ഈ മെഗാ ഓപ്ഷൻസിലുള്ളത്. പക്ഷേ ഞാൻ ഈ 2 പേരുകൾ പറയാനായിട്ടുള്ള കാര്യം എനിക്ക് RCBയെ സംബന്ധിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് അവർ ബിൽഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഓൾറെഡി യശ് ദയാലുണ്ട്, റബാഡയോ ട്രെന്റ് ബോൾട്ടോ വരികയും അതിൻ്റെ കൂട്ടത്തിൽ ഭുവനേശ്വർ കുമാർ, ഷമിയും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ആ പേസ് യൂണിറ്റ് വളരെ ക്വാളിറ്റിയുള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ളൊരു പേസ് യൂണിറ്റായിട്ട് മാറും. സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിൽ ചാഹലിനെയോ അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യയോ RCB കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള IPLലെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിന്നറെങ്കിലും അത്യാവശ്യം RCBക്ക് വേണം. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ RCBയുടെ ചലഞ്ച് സംഭവിച്ചത് ഒരു ക്വാളിറ്റി സ്പിന്നർ പോലും ഇല്ലായിരുന്നു. എല്ലാം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നറായിരുന്നു. അപ്പോൾ ഒരു ക്വാളിറ്റി സ്പിന്നർ വേണം. അത് ചാഹലോ അല്ലെങ്കിൽ ഒരുപക്ഷെ അശ്വിനോ അല്ലാന്നുണ്ടെങ്കിൽ കൃണാൽ പാണ്ഡ്യയുടെ പേര് ഞാൻ പറയാൻ കാര്യം, കൃണാൽ പാണ്ഡ്യ IPL അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. അത്യാവശ്യം ഓൾറൗണ്ട് മികവുണ്ട്, ബാറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലും വരണമെന്ന് അശ്വിനോ അല്ലെങ്കിൽ ചാഹലോ അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യയോ വരണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. വേറെ ഒരുപാട് അൺക്യാപ്റ്റും ക്യാപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ മെഗാ ഓപ്ഷനിലുണ്ട്. പക്ഷേ ഇവരിൽ 3 പേരിൽ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. കാരണം ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഇവരിൽ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ചിന്നസ്വാമിയിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. യശ് ദയാൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബോളർ RCBയിൽ ഉള്ളതുകൊണ്ട് തന്നെ പറയാണ്, ആവേശ് ഖാൻ, പ്രസിദ്ധ് കൃഷ്ണ പോലുള്ള ബോളേഴ്സിനെ എടുത്ത് RCB വെക്കരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ചിന്നസ്വാമിയിൽ വന്നിട്ട് ആവേശ് ഖാനൊക്കെ വന്നു കഴിഞ്ഞാൽ അടി ആവശ്യത്തിന് കൊള്ളും, അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ആവേശ് ഖാനെ പോലുള്ള ബോളേഴ്സിനെ എടുത്തു വെക്കരുത് RCB എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വേറെ ഏത് ബോളേഴ്സിനെ എടുത്താൽ അത്യാവശ്യം തല ഉപയോഗിച്ച് എറിയുന്ന ബോളേഴ്സ് തന്നെ ചിന്നസ്വാമിയിലുള്ള ചെറിയ ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അടി കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തല ഉപയോഗിച്ച് എറിയുന്ന ബോളേഴ്സ് തന്നെ വേണം. ആവേശ് ഖാനൊക്കെ 10 കളിയിൽ 2 കളി നന്നായിട്ട് എറിയായിരിക്കും. പക്ഷേ അല്ലാത്ത 8 കളിയിലും അവന് അടികൊള്ളുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആവേശ് ഖാനോ അല്ലെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണനെ പോലുള്ള ബോളേഴ്സിനെ RCBക്ക് വേണ്ട. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബോളിംഗ് യൂണിറ്റ്, അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ബോളേഴ്സിനെ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഓൾറൗണ്ടേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ RCBയിൽ കളിക്കണമെന്ന് ആഗ്രഹമുള്ളത് സ്റ്റോയിനിസ് ആണ്. സ്റ്റോയിനിസ് ഒരു നല്ല ഓൾറൗണ്ടറാണ്. അതൊരു വേൾഡ് കപ്പ് വിന്നിംഗ് പ്ലെയറാണ് ഓസ്ട്രേലിയയുടെ.
സ്റ്റോയിനിസിൻ്റെ ക്വാളിറ്റി സത്യം പറഞ്ഞ IPL ഒരു ഫ്രാഞ്ചൈസിയും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ LSG ഒക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞ് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റോയിനിസിനെ എന്ത് വില കൊടുത്തും RCBയിൽ എത്തിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ബോളിംഗ് യൂണിറ്റിനും ഒരു ഡെപ്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ബാറ്റിംഗ് യൂണിറ്റിനും അതിൻ്റേതായ ഒരു ലോവർ എൻഡിൽ നല്ലൊരു ഡെപ്ത് ഉണ്ടാവും. പോരാത്തിന് സ്റ്റോയിനിസ് നല്ല ഒരു ടെമ്പറമെൻ്റ് ഉള്ള പ്ലെയറാണ്. അത് നമ്മൾ വേൾഡ് കപ്പ് ഫൈനലിൽ പാകിസ്ഥാനോട്ടുള്ള കളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സാണ് RCBക്ക് വേണ്ടത്. അതായത് ടൈറ്റായിട്ടുള്ള മാച്ചിലും അവിടെ നിന്ന് ടീമിനെ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള പ്ലെയേഴ്സിനെ, അതുപോലെയുള്ള ഒരു വിൽ പവർ ഉള്ള പ്ലെയേഴ്സിനെയാണ് RCBക്ക് ഇപ്രാവശ്യം ആവശ്യം. മറ്റു ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വാഷിങ്ടൺ സുന്ദർ, രച്ചിൻ രവീന്ദ്ര, അതുപോലെ തന്നെ മാർക്കോ യാൻസൺ, ഇവർ 3 പേരിൽ ആരെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. രച്ചിൻ രവീന്ദ്രയോ അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, ഒരു സ്പിന്നറും കൂടെ ആവും. ഇല്ല മാർക്കോ യാൻസനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോയിനിസ് അല്ലെങ്കിൽ മാർക്കോ യാൻസൺ എന്ന് പറഞ്ഞ ഒരു ചോയ്സിലേക്ക് RCBക്ക് പോകേണ്ടി വരും. ഇനി ബാറ്റിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജോസ് ബട്ട്ലർ, വിൽ ജാക്സ്, അതുപോലെ തന്നെ സോൾട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അശുതോഷ് ശർമ്മ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അത് പഞ്ചാബിൽ കളിച്ച കഴിഞ്ഞ വർഷം. അതുപോലുള്ള പ്ലെയേഴ്സ് നല്ല ഇന്നിങ്സുകൾ ഫിനിഷ് ചെയ്ത, കുറച്ച് മാച്ചുകൾ ഫിനിഷ് ചെയ്ത ബാറ്റ്സ്മാനാണ്. അതുപോലുള്ള ടെമ്പറമെൻ്റ് ഉള്ള ബാറ്റ്സ്മാൻമാരെ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെയാണ് RCBക്ക് ഇപ്രാവശ്യം ആവശ്യം. ബാറ്റ്സ്മാൻമാരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ലിവിങ്സ്റ്റോൺ, ജോണി ബേസ്റ്റോ, അതുപോലെ തന്നെ ഒരുപാട് സൗത്ത് ആഫ്രിക്കൻ പ്ലെയേഴ്സ്, വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻമാരോട് ഒരുപാടുണ്ട്. ഓപ്ഷൻസ് എല്ലാ ടീമുകൾക്കും ഒരുപാടുണ്ട് ഈ IPL ഓപ്ഷനിൽ. പക്ഷേ RCBയെ സംബന്ധിച്ച് അവർ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള, അതായത് ബ്രാൻഡ് നെയിമിനും അതുപോലെ തന്നെ ഗ്ലാമറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ മാച്ച് വിൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള പ്ലെയേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഓപ്ഷനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓവർസീസ് പ്ലെയേഴ്സ് തന്നെ 400 പ്ലെയേഴ്സിനടുത്തുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ കൂട്ടുകയാണെങ്കിൽ 900 800 900 പ്ലെയേഴ്സ് ഉണ്ട്. ഇത്രയും പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് 10 ടീമിന് 25 പ്ലെയേഴ്സ് വെച്ച് എടുത്താൽ പോലും 250 പ്ലെയേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് അൺസോൾഡ് ആവാനും ഒരുപാട് പ്ലെയേഴ്സ് നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ മെഗാ ഓപ്ഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീമിനും അവർക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സിനെ കിട്ടാതെ പോകത്തില്ല. കാരണം 400ഓളം ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ ടോട്ടൽ 800 900 പ്ലെയേഴ്സ് ഉണ്ട്. 10 ടീമിനും കൂടെ ചേർത്തിട്ട് 250 പ്ലെയേഴ്സിന് മതി. ശരിയായ സ്ട്രാറ്റജിയും ശരിയായ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ടീമിനും അവർക്ക് ഇഷ്ടപ്പെട്ട റോളുകൾ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് അത്രയും ഈ ലിസ്റ്റിലുണ്ട്. അപ്പോൾ RCBയെ സംബന്ധിച്ചും അവർക്ക് പ്രോപ്പർ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് ഈ വർഷത്തെ പ്രയോറിറ്റി എന്നനുസരിച്ച് വിളിച്ചെടുക്കാനുള്ള പ്ലെയേഴ്സ് എന്തായാലും കിട്ടും. ബിഗ് നെയിംസിൻ്റെ പുറകെ പോകാതിരുന്നാൽ മാത്രം മതി. RCB എന്നും ചെയ്തിട്ടുള്ളൊരു മണ്ടത്തരമാണ് വലിയ പേരുകൾക്ക് പുറകെ പോകുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കിനൊക്കെ ഈ വർഷം RCB 15 20 കോടി സ്പെൻഡ് ചെയ്യുന്നത് കാണുമെന്നുണ്ടെങ്കിൽ എൻ്റെ അടക്കം നെഞ്ച് തകർന്നു പോകും. അത് കാരണം അവരെ എന്നും ചെയ്തിട്ടുള്ള മണ്ടത്തരം അതാണ്. മിച്ചൽ സ്റ്റാർക്കൊന്നും മാത്രമല്ല, അഥവാ അങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോസ് ബട്ട്ലർ പോലുള്ള ഒരു പ്ലെയറിന് അതുപോലെ വാല്യൂ ടീമിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിന് മാത്രം സ്പെൻഡ് ചെയ്യുക. അതിനും ഒരു ലിമിറ്റ് വെക്കുക. അധികം എമൗണ്ട് ഒരു പ്ലെയറിനോ ബിഗ് നെയിംസിനോ വേണ്ടി സ്പെൻഡ് ചെയ്യാതെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം ഈ വർഷമെങ്കിലും RCBക്ക് വിളിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ IPL ഓപ്ഷൻ ഈ നവംബർ 24 25 നടക്കാൻ പോകുന്നത് ഈഗർലി വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ചും RCBയുടെ ഓപ്ഷൻ സ്ട്രാറ്റജിയും ബിഡിങ് സ്ട്രാറ്റജിയും കാണാൻ വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. RCB ഈ വർഷമെങ്കിലും അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റിനെ വിളിച്ചെടുത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമിനെ വിളിച്ചെടുക്കാൻ RCBക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ സല കപ്പ് നമ്മത്തെ.